അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, പണ്ട് നമ്മുടെ മുത്തനബിയുടെ കാലത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് മുന്തിരിയുടെ കൃഷിയായിരുന്നു. അദ്ദേഹം കുറച്ച് മുന്തിരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനമായി കൊടുക്കാൻ തീരുമാനിച്ചു. നബിയും സ്വഹാബികളുമുള്ള സദസ്സിൽ ആ മനുഷ്യൻ ഒരു പാത്രത്തിൽ മുന്തിരികൾ കൊണ്ടുവന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ അത് വാങ്ങിച്ച് ഓരോന്നും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കർഷകന് സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കർഷകൻ സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. അപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന സ്വഹാബികൾ ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്തിനാണ് ആ നല്ല മുന്തിരി ഞങ്ങൾക്കും കൂടിയും തരാത്തത്? അപ്പോൾ നബി പറഞ്ഞു, ആ മുന്തിരിക്ക് നല്ല പുളിയായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്കത് തന്നാൽ നിങ്ങൾ ആ പാവം മനുഷ്യൻ്റെ മുന്നിൽ വെച്ച് അതിന് പുളിയെന്ന് പറയില്ലേ? സ്വഹാബികൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരാളും വാക്കുകൊണ്ട് പോലും സങ്കടപ്പെടുത്തരുതെന്നും നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഏതൊരു ഭക്ഷണവും അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണെന്നും ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാവരും അല്ലാഹു നല്ല കുട്ടികളാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Muhammad alayhi salam was walking with his helpers. One, Allah gave him a special gift. He could talk to animals. Muhammad Sulaiman was the ants. Muhammad Sulaiman was walking above ants. The ants told to the other ants, go to their homes. Prophet Sulaiman alayhi salam and his helpers were about to walk above them. Prophet Sulaiman smiled kindly and said to his helpers, be careful, don't step on the ants. Prophet Sulaiman thanked Allah to be thankful to small creatures, big or small. അസ്സലാമലൈക്കും. ഞാനിന്ന് പറയാൻ പോണത് മൂസാ നബിൻ്റെ കാലത്തുള്ള 3 ആൾക്കാരെ കുറിച്ചാണ്. ഒന്നാമത്തെ ആൾക്കില്ല വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾക്കില്ല കശണ്ടി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആൾക്കില്ല കണ്ണ് കാണില്ലേനു. അപ്പല്ല ഓലെ പരീക്ഷിക്കാൻ അള്ളാഹു ഒരു മലക്കനെ സെൻഡ് ചെയ്തിരുന്നു. എന്നിട്ടില്ല മറ്റേ വെള്ളപ്പാണ്ടുള്ള ആളെ ചോദിച്ച് എനിക്കെന്താ വേണ്ടിയെന്ന്. അപ്പോൾ വെള്ളപ്പാണ്ടുള്ള ആൾ പറഞ്ഞ്, എനിക്ക് വെള്ളപ്പാണ്ടെന്ന ഉണ്ട്, എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ടെന്ന്, എനിക്ക് പൈസ ഒന്നുമില്ലാന്ന്, എനിക്കൊരു ഒട്ടകമാണെന്ന്. അപ്പല്ലേ ആ മലക്ക് അള്ളാഹിനോട് പ്രാർത്ഥിച്ച്. അപ്പല്ലേ അള്ളാഹുല്ല ആ വെള്ളപ്പാണ്ടുള്ള ആൾക്ക് വെള്ളപ്പാണ്ടൊക്കെ മാറ്റി കൊടുത്ത്, പിന്നെ പൈസ കൊടുത്ത്, പിന്നെ കുറേ ഒട്ടകം കൊടുത്ത്. എന്നിട്ട് മറ്റേ കശണ്ടിയുള്ള ആളോ ചോദിച്ച് ആ മലക്ക് എനിക്കെന്താ വേണ്ടിയെന്ന്. അപ്പോൾ കശണ്ടിയുള്ള ആൾ പറഞ്ഞ്, എനിക്ക് മുടിയൊന്നുമില്ലാന്ന്, എനിക്കൊരു പശുവിന് വേണമെന്ന്, എനിക്ക് പൈസ ഒന്നുമില്ലാന്ന്. അപ്പല്ല പിന്നില്ല ആ മലക്കില്ല അള്ളാഹിനോട് പ്രാർത്ഥിച്ച്. അപ്പല്ലേ അള്ളാഹുല്ല ആ കശണ്ടിയുള്ള ആൾക്കില്ല മുടിയും കൊടുത്ത്, പിന്നെ പൈസ കൊടുത്ത്, പിന്നെ
പശുവിന് കുറേ പശുവിനെ കൊടുത്ത്. എന്നിട്ടില്ലേ ആ പശുവൊക്കെ കുറേ ആയി. എന്നിട്ടില്ലേ മറ്റേ കണ്ണ് കാണാത്ത ആളോ ചോദിച്ച് എനിക്കെന്താ വേണ്ടിയെന്ന്. അപ്പല്ലേ ആള് പറഞ്ഞ് ആ കണ്ണ് കാണാത്ത ആൾ പറഞ്ഞ് എനിക്ക് കണ്ണൊന്നും കാണൂലെന്ന്. എനിക്കില്ല പണിയെടുക്കാനൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് കണ്ണ് കാണൂല തീരെ, എനിക്ക് പൈസ ഒന്നുമില്ല അത്, പിന്നെ എനിക്കൊരു ആടിന് വേണമെന്ന്. അപ്പല്ലേ ആ മലക്കല്ലേ പിന്നെയും അള്ളാഹിനോട് പ്രാർത്ഥിച്ച്. അപ്പല്ലേ അള്ളാഹുല്ലേ കണ്ണാണാത്ത ആൾക്കില്ലേ കുറേ പൈസയും കൊടുത്ത്, പിന്നെ കണ്ണ് നല്ലോണം ക്ലിയറായി കാണാൻ അത് കൊടുത്ത്, പിന്നെ കുറേ ആടിനെ കൊടുത്ത്. എന്നിട്ടില്ലേ കുറേ ദിവസം കഴിഞ്ഞപ്പില്ല ആ മലക്കില്ലേ ഒലുക്ക് ഇതാക്കിയ മലക്കില്ലേ ആ മലക്കില്ലേ പാവപ്പെട്ട ഓലെടുത്ത് പോയ ഓലെ ടെസ്റ്റ് ചെയ്യാൻ. എന്നിട്ടില്ലേ മറ്റേ വെള്ളപ്പാണ്ടുള്ള ആളെ ചോദിച്ച് ആ മലക്ക് എനിക്കൊരു ഒട്ടകണം തരാമെന്ന്, എനിക്ക് നാട്ടിലേക്ക് പോകാനാന്ന്, ഒന്നുമില്ലാന്ന്, എനിക്ക് കുറേ ഒട്ടകൾ, എനിക്ക് അതിലത്തെ ഒരു ഒട്ടക തരുമെന്ന്. അപ്പോൾ ആൾ വന്ന് ആ ഒട്ടകളുള്ള ആളിലാണ് വെള്ളപ്പാണ്ടുള്ള ആൾ വന്ന് ഇല്ല ഞാൻ തരൂല, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാന്ന്. എന്നിട്ടില്ലേ ആ മലക്കില്ല അള്ളാഹിനോട് പ്രാർത്ഥിച്ച്. അപ്പല്ലേ എന്നിട്ടില്ലേ മറ്റേ കഷൻ്റെ ഉള്ള ആളെ ചോദിച്ച് ആ മലക്കില്ലേ അവളോട് ചോദിച്ച് എനിക്കൊരു പശുവിനെ തരാമെന്ന്, എനിക്ക് കുറേ പശുവില്ല, എനിക്ക് നാട്ടിലേക്ക് പോകാനാന്ന്, അതിലത്തെ ഒരു പശു എനിക്ക് തരാമെന്ന്. അപ്പം ആ കഷൻ്റെ ആളില്ലേ ആളെ പിന്നെയും പറഞ്ഞ് ഞാൻ തരൂലാന്ന്, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എന്നിട്ടില്ലേ അള്ളാഹുല്ലേ അതിൽ രണ്ടാൾ മറ്റേ വെള്ളപ്പാണ്ടുള്ള വെള്ളപ്പാണ്ട് തിരിച്ച് വന്ന് പിന്നെ പൈസ ഒക്കെ തിരിച്ച് അള്ളാഹു എടുത്ത്, പിന്നെ ആ ക്യാമലൊക്കെ ഒട്ടകൊക്കെ എടുത്ത്. എന്നിട്ടില്ലേ മറ്റേ മറ്റേ കഷൻ്റെ മുടി തിരിച്ച് പോയി, പൈസ പോയി, പിന്നെ എന്താ പശു പോയി, എല്ലാ പശുവും പോയി. എന്നിട്ടില്ലേ മറ്റേ കണ്ണാണാത്ത മലക്ക് ചോദിച്ച് എനിക്കൊരു ആടിനെ തരാം, എനിക്ക് കുറേ ആടില്ല, അതിലത്തെ ഒന്ന് എനിക്ക് തരാമെന്ന്. അപ്പം ആ കണ്ണാണത്ത് പറഞ്ഞ് തരാമോ, ഞാൻ തരാം, ഇതൊക്കെ എനിക്ക് അള്ള തന്നതാണ്. എന്നിട്ടില്ലേ ലാസ്റ്റില്ലേ ആ മലക്ക് പണ്ട് ഞാൻ നിങ്ങളന്ന് പരീക്ഷിക്കാൻ വന്ന മലക്കതിനൊന്ന്. എന്നിട്ടില്ലേ അപ്പം നമ്മൾ ഇനെന്താ പറിച്ചത്, നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം, നമുക്കെല്ലാവർക്കും തന്ന ആൾക്കാർക്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും. Assalamu alaikum. The little kite of Gaza. Once upon a time, in a small town by the sea called Gaza, there lived a little boy named Umar. Umar loved to fly kites. Every evening, he and his friends would run to the beach holding colorful kites that danced in the sky. But one day, the sky was filled in smoke instead of sunshine. The children couldn't go out to play. Umar looked out of his window and whispered,
But one day I will fly my kite again for peace. Umar began to make a special kite. He used bits of old paper, strings, and even tiny pieces of cloth from his mother's dress. On it, he wrote one word, peace. When the sky cleared, Umar ran to the beach and held his kite high. Children from every house came and did the same. Soon, hundreds of kites were flown over Gaza, red, blue, yellow, all carrying one message. We want peace. We believe in hope. That day, the sky over Gaza was filled in color, not from fire but from dreams. Moral of the story: even in the hardest times, hope can rise just like a kite in the wind. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിമിംഗലത്തിൻ്റെ വയറ്റിൽ കടന്ന നബിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിനവ എന്ന നാട്ടിൽ അല്ലാഹു അയച്ച നബിയാണ് യൂനുസ് നബി. അദ്ദേഹത്തിനോട് നല്ലത് മാത്രം പറഞ്ഞു, പക്ഷെ അത് അവർ കേട്ടില്ല. പിന്നീടും യൂനുസ് നബി ആ നാട് വിട്ടുപോയി. രാത്രിയായപ്പോൾ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. രാത്രി ആൾക്കാരിൻ്റെ സാധനങ്ങൾ ഇരട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി. അത് പോരായിരുന്നു. പിന്നീടും യൂനുസ് നബിനെ പറഞ്ഞു. തിമിംഗലം വന്നിട്ട് യൂനുസ് നബിനെ വിഴുങ്ങി. രാവിലായപ്പോഴത്തേനും തിമിംഗലം യൂനുസ് നബിനെ വയറ്റിൽ നിന്നും പുറത്തിലോട്ടേക്ക് തുപ്പി. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. എൻ്റെ കഥേൻ്റെ പേരാണ് അഹങ്കാരം ആപത്ത്. അങ്ങകലെ ഒരു കാട്ടിൽ ആനക്കുടുംബം താമസിച്ചിരുന്നു. ആനക്കുടുംബം കുളിക്കാനായി പുഴയിലെത്തി. ആ ആനക്കുടുംബത്തിലെ ഏറ്റവും ചെറിയവൻ മഹാവികൃതിയായിരുന്നു. അവൻ വള്ളത്തിൽ അവൻ്റെ വികൃതിയും കാണിച്ചു. അതിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞു മരത്തിലെ കിളി വന്ന് ചോദിച്ചു, ആനക്കുട്ട, നമുക്കും കൂടെ കൂട്ടുകൂടാനായാലോ? ആനക്കുട്ടൻ ചോദിച്ചു, ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി? ഞാനാണ് കരയിലെ ഏറ്റവും വലിയ ജീവി, നീയാണെങ്കിലോ ഒരു ചെറിയ കിളിയും. നമ്മൾ തമ്മിൽ എങ്ങനെ കൂട്ടുകൂടാനാ? പറഞ്ഞു അവൻ പോയി. ആനക്കുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സാധനം കണ്ടു. ആ സാധനം ചിലത് അവൻ ഒടിച്ചിടാനും ചിലത് അവൻ കഴിക്കാനും തുടങ്ങി. ആനക്കുട്ടൻക്ക് വഴി തെറ്റി. അവൻ ഒരു മരത്തിൻ ചോട്ടിൽ പോയിരുന്നു കരിയാൻ തുടങ്ങി. ആ കിളി വന്ന് ചോദിച്ചു, എന്തിനാ ആനക്കുട്ട നീ ഇവിടെ നിന്ന് കരയുന്നത്? ആനക്കുട്ടൻ പറഞ്ഞു, എനിക്ക് വഴി തെറ്റി വന്നതാ. ആനക്കുട്ടൻ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മൻ്റെയും അച്ഛൻ്റെയും അടുത്ത് കാക്കിത്തരാൻ പറഞ്ഞു. അവൻ കിളിനെ പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ അവൻ അമ്മൻ്റെയും അച്ഛൻ്റെയും അടുത്തിലേക്ക് എത്തി. എന്നിട്ട് കിളിനോട് അവൻ പറഞ്ഞു, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല.
നീ നമുക്ക് രണ്ടാൾക്കും എന്നും നല്ല കൂട്ടുകാരാവണം. അസ്സലാമു അലൈക്കും. Assalamu alaikum wa rahmatullahi wa barakatuh. I would like to tell you a small story about Salih alayhi salam. Salih alayhi salam is the prophet of Samud tribe. The people of Samud is hardworking and excellent. They lived in glory, but they were ungrateful to Allah. Salih alayhi salam wanted them to worship none other than Allah, but they were not ready. One day Salih alayhi salam saw them worshipping a rock. They thought if he bring out a she-camel out of the rock they worship, they will believe in Allah. With Allah's help, he was able to bring out a she-camel out of the rock they worship. Most of the people thought it was a magic. Few people believed in Allah and became Muslims. But Salih alayhi salam still wanted them to believe in Allah. The disbelievers tried to kill the camel and they did so. They were also planning to kill the camel. Knowing the plan, the Muslims and the Prophet left the place and went to another place. Allah's punishment arrived with heavy thunders and earthquake. Everything was destroyed. The people who believed in Allah were saved. The moral of the story is we should not be arrogant and we should not ignore Allah's warnings. Assalamu alaikum. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരും പ്രിയപ്പെട്ട കൂട്ടുകാരും, ഞാൻ ഇപ്പോഴോട് കൊച്ചു കഥ പറയാൻ പോവാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കാതെ ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് മുത്ത് നബീൻ്റെ കാലത്ത് ഒരു പാവ കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് ഒരു ദിവസം നല്ല മുന്തിരി വിലകൾ കിട്ടി. അപ്പം 3 മുന്തിരി കലകൾ മുത്തുനബീൻ്റെ അടുത്ത് കൊണ്ട് മുത്തുനബി മുന്തിരി ഓരോന്നായി തിന്നു. അപ്പോൾ സ്വഹാബത്ത് അത് കൊതിയോട് നോക്കിയിരുന്നു. മുത്തുനബി ആ മുന്തിരിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ കർഷകന് സന്തോഷമായി വീട്ടിൽ ചെന്നു. മുത്തുനബി ആ സകലം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാം എന്താ ആ മുന്തിരി തരാത്തത്? ആ മുന്തിരി നല്ല പുളിയായിരുന്നു. നിങ്ങൾ ആ നല്ല പുളിയാണെന്ന് പറഞ്ഞിട്ട് ആ പാവ കർഷകർക്ക് സങ്കടമാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തത്. കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് ഈ കഥയിൽ പഠിച്ചത്? നിങ്ങൾ ആരെയും നിങ്ങളുടെ വാക്ക് കൊണ്ട് പോലും ആരും വേദനിപ്പിക്കരുത്. അസ്സലാമു അലൈക്കും. Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillah, alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain. Amma ba'd. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. ഒരിക്കൽ നബിയും സഹാബത്തും ഒരു യാത്ര പോകുന്ന സമയത്ത് വഴിയൊരികിൽ പക്ഷിക്കുഞ്ഞുങ്ങളെയും അതിൻ്റെ തള്ളപ്പക്ഷിയെയും കണ്ടു. അവരിൽ ചിലർ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ വാരിയെടുത്തു. അതിൻ്റെ തള്ളപ്പക്ഷി കരഞ്ഞുകൊണ്ട് മുകളിൽ വട്ടമിട്ട് പറന്നു. ഇത് കണ്ട് വളരെ വിഷമത്തോടെയും വേദനയോടെയും പ്രവാചകർ ചോദിച്ചു, ആരാണ് ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ളപ്പക്ഷിയിൽ നിന്ന് വേർപ്പെടുത്തിയത്? അവയെ തിരികെ നൽകൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ പ്രവാചകർ വളരെ കാരുണ്യമുള്ളവരായിരുന്നു. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും മറ്റെല്ലാത്തിനോടും വളരെ കാരുണ്യമുള്ളവരായിരുന്നു. ആ മാതൃക പിൻവച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.
Hello everyone, my name is Aiden. I'm going to tell the story of Prophet Muhammad, peace be upon him, and the old woman. A long time ago, there lived a kind and gentle man named Prophet Muhammad, peace be upon him. He smiled to others, he helped others, and spoke kindly to everyone. One day, an old woman used to walk to the market. Every time she saw Prophet Muhammad, peace be upon him, she used to say unkind things, even throw rubbish in his way. But Prophet Muhammad never get angry. He cleaned the path and kept walking kindly. One morning, Prophet Muhammad didn't saw the old woman outside. He became worried. He came to her house to see if she's okay. The old woman got surprised. She said, "You came to my house even though I was unkind to you?" Prophet Muhammad smiled and said, "I came to see if you're feeling well." The old woman felt very sorry and said, "Now I know you're truly a good man." On that day on, she became kind too. The moral of the story is, be kind even to those who are not kind to you. Good manners and love can change hearts. Thank you. അസ്സലാമലൈക്കും. ഞാനിന്ന് പറയാൻ പോണത് മാൻ്റെ കഥയാണ്. ശ്രദ്ധിച്ചു കേട്ടോളി. ഒരു ദിവസം അമ്മ നബി ഇങ്ങനെ നടന്നു പോയിരുന്നു. ഒരു വീടിൻ്റെ മുന്നിൽ പെട്ടു. ആ വീടിൻ്റെ മുന്നിൽ പെട്ടപ്പോൾ ഒരു മാനിനെ കണ്ടു കെട്ടിയിട്ടത്. ആ മാനിൻ്റെ കെട്ടിയിട്ടതിൻ്റെ മുമ്പിൽ നബി കണ്ടു. നബി ആ മാനിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ മാന് പറഞ്ഞു, "എൻ്റെ അകിടിയിൽ പാല് നന്നിക്കാണ്, എൻ്റെ 2 മക്കൾ വിശന്നിട്ടിരിക്കുന്നുണ്ടാവും, ഓർക്ക് ഞാൻ തിരിച്ച് പാല് കൊടുത്ത് വരട്ടെ" എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയിട്ട് പാലെടുത്ത് വന്നിട്ട് മുഹമ്മദ് നബിക്ക് പാവം തോന്നി. അപ്പോൾ മുഹമ്മദ് നബി അയാൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് ആ മാനിനെ വാങ്ങിച്ചിട്ട് കാട്ടിലേക്ക് നേരെ വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. അത് ചരിത്ര കഥയാണ്. പണ്ട് 3 സഹോദരന്മാർ യാത്ര പുറപ്പെട്ടു. അവർ കുറേയധികം സഞ്ചരിച്ചു. രാത്രിയായപ്പോൾ അവർ താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു. അവിടെ അവർ ഒരു ഗുഹ കണ്ടു. ഒരാൾ പറഞ്ഞു, "നമുക്ക് ഇന്ന് ഈ ഗുഹയിൽ താമസിച്ചാലോ?" 3 പേരും ഗുഹയിലേക്ക് കയറി. അപ്പോൾ അതാ വലിയൊരു പാറക്കല്ലി ഉരുണ്ട് വന്ന് ഗുഹാമുഖം അടച്ചു. അപ്പോൾ അവർ പറഞ്ഞു, "അയ്യോ, ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും?" അവർ ചിന്തിച്ചു. ഒരാൾ പറഞ്ഞു, നമ്മൾ ചെയ്ത നല്ല കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്യണം. അതിൽ ഒരാൾ ചെയ്ത നല്ല കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്തു. പാറക്കല്ലി കുറച്ച് നീങ്ങി. അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. രണ്ടാമൻ അവൻ ചെയ്ത നല്ല കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്തു. പാറക്കല്ലി അല്പം കൂടി നീങ്ങി. എങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. മൂന്നാമൻ അവൻ ചെയ്ത നല്ല കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്തു. പാറക്കല്ലി പൂർണ്ണമായും നീങ്ങി. അവർ രക്ഷപ്പെട്ടു.
കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ തന്നെ എന്താണ് മനസ്സിലായത്? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യല്ലാതെ ഒന്നുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോണ കഥ എൻ്റെ കഥ. കഥൻ്റെ പേരാണ് മനോഹരമായ സ്വപ്നം. ഞാൻ ഒരു ദിവസം ഉമ്മയോട് ചോദിച്ചു, സ്വർഗം എങ്ങനെ ഉണ്ടാവുക, സ്വർഗത്തേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഉമ്മ പറയും, സ്വർഗം മനോഹരമായ സ്ഥലമാണ്, അവിടെ പൂക്കളും പുഴകളും പഴവർഗ്ഗങ്ങളും ഉണ്ടാവും, അവിടെ ദുഃഖമോ വേദനയോ ഇല്ല. അവിടെ അള്ളാഹുവിനെയും നബീനെയും കാണും. കുട്ടികൾക്ക് പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം, നിസ്കരിക്കണം, സഹായിക്കണം, കള്ളം പറയല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സ്വർഗത്തേക്ക് പോകാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേരാണ് അഹമ്മദ് ഹാത്തിം. ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയുടെ പേരാണ് അമ്മയുടെ കുഞ്ഞുങ്ങളും. പണ്ട് കൂടിയിട്ടത് ഒരു അമ്മയാട് ഉണ്ടായിരുന്നു. ആ അമ്മയാടിക്ക് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോകുകയാണെന്നു. അമ്മയോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്നാലും വിളിച്ചാലും വാതിൽ തുറക്കരുത്, ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണ് വിളിക്കുന്നത്, എങ്ങനെ മനസ്സിലാവും? അപ്പോൾ അമ്മയോട് പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടിത്തരാം, അത് കേട്ടിട്ട് വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് ഈ പാട്ട് പാടി, പുന്നാര മക്കളെ തലവീർത്ത മക്കളെ പുല്ലിൽ കളിക്കുന്നു റമദൻ പൂക്കളി, സാക്ഷായി എടുക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷാ ജനനി ഉള്ളിൽ കടത്തുവൻ. അമ്മയോട് പറഞ്ഞെല്ലാം വീടിൻ്റെ അടുത്തുള്ള നാവൽ മരത്തിൻ്റെ അടിയിൽ കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് തീറ്റ തേടാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറുക്കൻ വന്ന് പാടി, പുന്നാര മക്കളെ തലവീർത്ത മക്കളെ പുല്ലിൽ കളിക്കുന്നു റമദൻ പൂക്കളി, സാക്ഷായി എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാ ജനനി ഉള്ളിൽ കടത്തുവിൻ. കുഞ്ഞുങ്ങൾ സാക്ഷി നീക്കി വാതിൽ തുറന്നു. കുഞ്ഞുങ്ങൾ കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറി ഓടാൻ തുടങ്ങി. കുറുക്കൻ എല്ലാത്തിനും കുഞ്ഞുങ്ങളെ വിഴുങ്ങാൻ തുടങ്ങി. കുറുക്കൻ ഓടാൻ ദൂരെ ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയോട് കൈ നിറയെ പലഹാരമായി വന്നു. എന്നിട്ട് ഈ പാട്ട് പാടി, പുന്നാര മക്കളെ തലവീർത്ത മക്കളെ പുല്ലിൽ കളിക്കുന്നു റമദൻ പൂക്കളി, സാക്ഷാ എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാ ജനനി ഉള്ളിൽ കടത്തുവിൻ. വാതിൽ തുറന്നില്ല. അമ്മയോട് വാതിൽ മുട്ടി. വാതിൽ തുറന്നു. അമ്മയ്ക്ക് മനസ്സിലായി തന്നെ കുഞ്ഞുങ്ങൾ പിടിച്ചത് കുറുക്കനാണ്. കാരണം നാവൽ മരത്തിൻ്റെ അടിയിൽ നിറയെ ചളിയാണ്. അതുകൊണ്ട് കുറുക്കൻ്റെ കാൽപ്പടങ്ങൾ അവിടെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കുറുക്കൻ്റെ കാൽപ്പടം പിന്തുടർന്ന് പോയി. കുറുക്കൻ ഇരിക്കുന്ന സ്ഥലത്തെത്തി. കുറുക്കൻ അമ്മയോട് കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി. അമ്മയോട് ഓടി വന്ന് കുറുക്കൻ്റെ വയർ കുത്തി. കുറുക്കൻ്റെ വയർ പൊളിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മയോടും കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഏതാപത്തിൽ നമ്മൾ രക്ഷിക്കാൻ നമ്മളെ മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ അനുസരിച്ച് വളരണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഉമർ ബിൻ
ഉമർ ബിൻ ഖത്താബിൻ്റെ ഒരു ചെറിയ കഥയാണ്. ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് മരുഭൂമിയിൽ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ആടുകളെ നോക്കുന്നത് കണ്ടു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, എനിക്കൊരാടിനെ തരാമോ, ഞാൻ പൈസ തരാം. അപ്പോൾ കുട്ടി തിരിച്ച് പറഞ്ഞു, ഇതെൻ്റെ അല്ല, ഇതെൻ്റെ യജമാനിൻ്റെയാണെന്ന്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, നിൻ്റെ യജമാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പം നീ യജമാനിനോട് പറഞ്ഞാൽ മതി ഒരു ചെന്നായ കൊണ്ടുപോയി. അപ്പോൾ കുട്ടി പറഞ്ഞു, ആര് കാണുന്നില്ലെങ്കിലും അള്ള കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് സന്തോഷിച്ചിട്ട് മദീനയ്ക്ക് പോയി. എന്നിട്ട് യജമാൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ആടുകളെയും വാങ്ങിയിട്ട് കുട്ടിക്ക് സമ്മാനമായി കൊടുത്തു. കുട്ടികളെ, നമ്മളിതിൽ എന്താ പഠിച്ചത്? ആര് കാണില്ലെങ്കിൽ അള്ള കാണുന്നുണ്ട്. അള്ളനെ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കണം. അസ്സലാമലൈക്കും. ഇനി ഞാനൊരു കഥ പറയാം. ഒരു ആടുകുഞ്ഞ് ഒരു 7 കുട്ടി ഉണ്ടായിരുന്നു. ആ 7 കുട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ആ 7 കുട്ടിക്ക് തിന്നാൻ. അപ്പോൾ അതിൻ്റെ അമ്മ നേരെ മാർക്കറ്റിൽ പോയി. എന്നിട്ട് അവിടുന്ന് സാധനം വാങ്ങിക്കൊണ്ടുവന്നു. സാധനം വാങ്ങിയല്ല, പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് കാര്യം പറഞ്ഞാൽ എന്താണെന്നല്ലോ, ഇവിടെ ഒരു ചെന്നായി ഉണ്ട്. ആ ചെന്നായി നിങ്ങളുടെ തിന്നാൻ വരും. നിങ്ങൾ ആ ചെന്നായിൻ്റെ 2 ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് കാലിൻ്റെ ഒരു നഖം, ഒന്ന് കറുത്ത കളറും. അത് 2 മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ആ ചെന്നായി വാതിലൊട്ടിയപ്പോൾ ചെന്നായി പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ നിങ്ങളുടെ അമ്മയാണെന്ന്. എന്നിട്ട് ഒരു ആടും കുട്ടി പറഞ്ഞു, ഇത് നിങ്ങളുടെ അമ്മേൻ്റെ സ്ഥലത്തല്ല പറഞ്ഞു. എന്നിട്ട് നേരെ ചെന്നായി തേൻ കുടിക്കാൻ പോയി. മരത്തുമ്മ കയറിയപ്പോൾ തേനീച്ച വന്നു. എന്നിട്ട് ചെന്നായി മണ്ടിയിട്ട് ഒരു പൊയ്ക്ക് ചാടിയപ്പോൾ തേനീച്ച പോയി. എന്നിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ തേനും കുടിച്ചു. എന്നിട്ട് നേരെ ചെന്നായിൻ്റെ വീട്ടിൽ കന്നുകണ്ട് വാതിൽ കൊട്ടിയപ്പോൾ ചെന്നായി ശ്രദ്ധ ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ട് ആടും കുട്ടി പറഞ്ഞു, നിങ്ങളുടെ കാലി ആ ഓട്ടി കൂടെ കാഴ്ചരാന്ന്. എന്നിട്ട് ചെന്നായി നെട്ടി. ചെന്നായി എന്താ, കറുത്ത കളറും കാലിൻ്റെ മുന്നിൽ കൂർപ്പ് നഖം. എന്നിട്ട് ഒരു കുട്ടി വന്നിക്കാണ്ട് എലിപ്പെട്ടി വെച്ചിക്കണ്. എന്നിട്ട് എലിപ്പെട്ടിമ ചൂട്ടി കാൽമേന്ന് കുടുങ്ങി. എന്നിട്ട് പറഞ്ഞാണ്ട് കരഞ്ഞു. എന്നിട്ട് കുട്ടികളെ പറഞ്ഞു, ഇതിൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മ വെള്ള കളറിലാണെന്ന്. എന്നിട്ട് നേരെ ചെന്നായി ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ചെന്നായി കണ്ടിട്ട് കുറേ ആൾക്കാർ കല്ലെടുത്ത് തരുന്നു ചെന്നായിനെ. എന്നിട്ട് ചെന്നായി നേരെ മണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, എൻ്റെ കാൽമ എപ്പോൾ തന്നെ മൈദാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രാവിലെ വന്ന് കണ്ട് നിങ്ങളെ തിന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ പേടിച്ച് കണ്ട് ആ ഡോക്ടർ കാൽമ മൈദിട്ടു. എന്നിട്ട് നേരെ വീട്ടിൽ പോയി. എന്നിട്ട് വാതിലോട്ടി. എന്നിട്ട് കാലിങ്ങനെ കാട്ടിയപ്പോണ്ടേ കൂർത്ത നഖം. ഒരാൾ ഒരു പലകർത്തിട്ട് വച്ചാടി അതൊന്നൊലിച്ചു.
പൂ പറഞ്ഞിങ്ങനെ ഒഴിച്ചു. എന്നിട്ട് നാഗൊക്കെ വെട്ടി അവൻ വന്നു. എന്നിട്ട് കാല് ആദ്യം കൂടെ കളിച്ചു, ഓട്ടി കൂടെ കളിച്ചു. എന്നിട്ട് ഇതിൻ്റെ അമ്മേനെ പറഞ്ഞേക്കാണ് നേരെ ഇതാണ് തുറന്നു വാതില്. എന്നിട്ട് അപ്പോൾ ചെന്നൈനെ കണ്ടപ്പോൾ ഒരാൾ ഇതാ ബക്കറ്റിൻ്റെ ഉള്ളിൽ, ഒരാൾ കടക്കിയിൽ, ഒരാൾ ക്ലോക്കിൽ. ക്ലോക്കിൻ്റെ ഉള്ളിൽ ഒരു അരമാലുണ്ട്. ആ അരമാലുമ്മ കയറിക്കുക. എന്നിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരൊക്കെ ഒളിച്ചു നിൽക്കാണ്. ആ ചെന്നായി അയാളൊക്കെ പൊളിച്ചു. എന്നിട്ട് ഒരാൾ മാത്രമേ ബാക്കിയുണ്ടായിനെ. എന്നിട്ട് അമ്മ വന്നപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ ആരുമില്ല. എന്നിട്ട് ഒരു കുട്ടി ഇതാ വാതിലിന് കൊട്ടണ്. എന്നിട്ട് നേരെ അമ്മ ആ വാതിൽ തുറന്ന്. വാതിൽ തുറന്നപ്പോൾ ഒരു കുട്ടി, അമ്മയുടെ കുട്ടി എന്നപ്പോൾ എന്താ ഇവിടെ ആരുമില്ലല്ലോ, അതൊക്കെ ചെന്നായി കടിച്ചു കൊണ്ടുപോയി പറഞ്ഞിക്കാണ്ട് നേരമ്മ ആ ചെന്നായി ഉറങ്ങിക്കണ്. അങ്ങോട്ട് മുടിഞ്ഞെടുത്ത് കാണാൻ തിന്നിട്ടില്ല. എന്നിട്ട് ചെന്നായി അവിടെ ഇറങ്ങുമ്പോൾ നേരെ അമ്മ വന്നിക്കാണ്ട് ഒരു കത്തിരിക്ക എടുത്തുകാണ്ട് പള്ളേനെ മുറിച്ചിട്ടു. എന്നിട്ട് പള്ളന്ന് കുട്ടികളൊക്കെ എടുത്ത്, എന്നിട്ട് അതിൽ വലിയ വലിയ കല്ലെടുത്താണ്. കുട്ടികളെ പറഞ്ഞു വലിയ കല്ലെടുത്തോണ്ടായിരുന്നു. എന്നിട്ട് വലിയ കല്ലെടുത്തുകൊണ്ട് അങ്ങോട്ടാണ് ഇട്ടു ഓലെ പള്ളിക്ക്. എന്നിട്ട് ഇങ്ങനെ നൂലും കൊണ്ട് പൂട്ടിട്ടു. എന്നിട്ട് ചെന്നായി വെള്ളം കുളിക്കാൻ പോയി. പള്ളം നല്ലോണം നിറഞ്ഞിക്കണ്. വെള്ളം കുളിക്കുമ്പോൾ ചെന്നായി വെള്ളത്തിക്കാണ് വീണു കല്ലിൻ്റെ താങ്ങും കൊണ്ട്. കഴിഞ്ഞു കഥ. അസ്സലാമു അലൈക്കും. Assalamu alaikum wa rahmatullah. Today I am going to tell a beautiful story. The story's name is A Crying Camel. One day Prophet Muhammad sallallahu alaihi wasallam was walking through the garden. Suddenly he heard a noise. Someone was like crying. He followed the sound and go. Then he felt bad for the camel. Then he gently patted him, and he felt so sorry for him. The Prophet Muhammad sallallahu alaihi wasallam said, "Who is the owner this camel?" "It's my camel," the owner said. "You should take care of him because it's Allah's creature. You should give them food, rest, and water." Dear friends, what did we learn from this story? We learned kindness. No, we should not be kindness to only people, also to animals. Allah love kindness. Jazakallah khair. Assalamu alaikum. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് ഉമ്മായും മോനും. ഉമ്മായി വളരെയധികം സ്നേഹിക്കുന്ന മോനായിരുന്നു യഹ്യ ബിൻ ഷറഫ്. ഒരു ദിവസം ഉമ്മ കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളവുമായി വന്നപ്പോഴേക്കും പാവം ആ ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞു. മകൻ ഉമ്മായി വിളിച്ചുകൊണ്ടിരുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വെള്ളവുമായി ഉമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു. വളരെ വൈകിയാണ് ആ ഉമ്മ എണീറ്റത്. ഉമ്മ എണീറ്റപ്പോൾ ഉമ്മ മകനോട് ചോദിച്ചു, "മോനെ, നീ ഇത്ര നേരം ഇവിടെ ഇരിക്കുകയാണോന്ന്?" മകൻ പറഞ്ഞു, "ആ അമ്മേ, ഞാൻ ഇത്ര നേരം ഇവിടെ ഇരിക്കുകയാണ്." അപ്പം ആ ഉമ്മ ഉടനെ അള്ളാഹുവിട്ട് പ്രാർത്ഥിച്ചു, "അള്ളാഹുവെ, ഈ ഓമന മകനെ മകനാണ് ലോകപ്രസിദ്ധനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി.
റഹ്മത്തുള്ള. കൂട്ടുകാരെ, ഇതിനകത്ത് നിന്നെങ്കിൽ എന്തൊരു മനസ്സിലാക്കി. ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മ പറയുന്ന എല്ലാം മനസ്സിലാക്കുക. ഇതേപോലെയുള്ള കുട്ടികളെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാ കൂട്ടുകാരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാ കൂട്ടുകാർക്കും കഥ കേൾക്കാൻ ഇഷ്ടം തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ പറയാം. കഥയുടെ പേര് നന്നറിയണ്ടേ? കഥയുടെ പേരാണ് പാവം പക്ഷി. ഇത് വെറും കഥയിലെ കേട്ടോ. ഇത് നബിസല്ലല്ലാഹു കാലത്ത് നടന്ന കഥയാണ്. ഒരിക്കൽ ഒരാൾ തോട്ടത്തിലൂടെ നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ അയാൾ ശബ്ദം കേട്ടു. അയാൾ ആ ശബ്ദം കേട്ടപ്പോൾ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ അത് അവിടെ ഒരു തള്ളപ്പക്ഷിയും കുറേ കുഞ്ഞുങ്ങളും. അയാൾ ഉടൻ തന്നെ തൻ്റെ പക്കലുള്ള പടപ്പണ്ട് കുഞ്ഞുങ്ങളെ മൂടി തിരിച്ച് നടക്കാൻ ഇറങ്ങുമ്പോൾ തള്ളപ്പക്ഷി അയാളെ തലക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഉടൻ തന്നെ പൊതി തുറന്നു വെച്ചു. അപ്പോൾ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെടുത്ത് വന്നിരുന്നു. അയാൾ പൊതി മൂടിയിട്ട് അതുമായി നബിസല്ലല്ലാഹു അവിടെ എത്തി. അപ്പോൾ നബിസല്ലല്ലാഹു ചോദിച്ചു, എന്താണ് ഈ പൊതി? നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നബിസല്ലല്ലാഹു ചോദിച്ചു, ഈ തള്ളപ്പക്ഷിയും കുലയും തുറന്നു വിടൂ. അയാൾ അപ്രകാരം ചെയ്തു. പക്ഷേ തള്ളപ്പക്ഷി പോയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈ രംഗം സ്വഹാബികളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഈ തള്ളപ്പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹം ഒരുപാട് ഇഷ്ടമായില്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുക്ക് നമ്മളോ സ്നേഹം ഇതിൻ്റെക്കാൾ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തള്ളപ്പക്ഷിയും കുളുങ്ങളും എന്നാണോ പിടികൂടിയത് അവിടെ തന്നെ കൊണ്ടിടൂ. അയാൾ പ്രകാരം ചെയ്തു. കൂട്ടുകാരെ, ഈ കഥ നമുക്ക് എന്തു മനസ്സിലായി? നമ്മെ സ്നേഹിക്കേണ്ടതും നമ്മെ സ്നേഹിക്കുന്നതും അള്ളാഹുവിനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഞാനെന്നിവിടെ സൂറ അൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള 2 തോട്ടമുള്ള ധനികൻ്റെ കഥ പറയാൻ പോകുന്നത്. പണ്ട് നാട്ടിൽ ധനികൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു. അത് നല്ല മനോഹരമായ തോട്ടങ്ങളായിരുന്നു. ആ തോട്ടം ചുറ്റുവലഞ്ഞും ഈത്തപ്പനകളും ഉണ്ടായിരുന്നു. അതിൽ ഈത്തപ്പനകളും മുന്തിരികളും മറ്റു പല കൃഷികളും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിലൂടെ ഒരു പുഴയും ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ കാണാൻ വന്നു. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് തോട്ടത്തിൽ കയറി. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ തോട്ടത്തിനേക്കാൾ വലിയ തോട്ടമാണ് എൻ്റെ തോട്ടം. ഇതിൻ്റെ ഫലങ്ങൾ മുഴുവൻ എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണ്. അദ്ദേഹം അഹങ്കാരം കാണിക്കുകയും അള്ളാഹുൽ പങ്കു ചേർക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ ഇങ്ങനൊന്നും പറയരുത്. നീ അള്ളാഹുൽ പങ്കു ചേർക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്യരുത്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. നമ്മളെപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കണം. അദ്ദേഹം അതൊന്നും കേട്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ അദ്ദേഹത്തിൻ്റെ മേൽ വന്നെത്തി. തോട്ടങ്ങൾ മുഴുവൻ നശിച്ചുപോയി. മുന്തിരി വള്ളികൾ താഴ്ത്തു വീണു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. കഥ അവിടെ അവസാനിച്ചു. നമുക്കിതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്യരുത്. ശരിക്കും ഏറ്റവും വലിയ തിന്മയാണ്. അള്ളാഹു നമ്മളെല്ലാവരും ശരിക്കിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഖലീഫ ഉമറിനെ കരയിപ്പിച്ച ഉപ്പയും ഒരു മകനും ഒരു കഥ ഞാൻ പറയാൻ പോവുകയാണ്. ഖലീഫ ഉമറിൻ്റെ കാലത്ത് ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ ഉപ്പക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. ഉപ്പാക്ക് മകനെ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. തിരിച്ചു മകൻക്ക് ഉപ്പനെ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. മകന് ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിച്ചു. മകന് ഉപ്പാക്കും ഉമ്മക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ ഒരു ദിവസം യുദ്ധമുണ്ടായി. മകൻ പോയി യുദ്ധത്തിന്. ഉപ്പ വളരെ സങ്കടമായി. ഉപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഖലീഫ ഉമർ ഇതറിഞ്ഞു. ഖലീഫ ഉമർ മകനെ വിളിച്ചു യുദ്ധത്തിന്. ഖലീഫ ഉമർ ചോദിച്ചു, നീ എന്താണ് എൻ്റെ ഉപ്പാക്ക് എപ്പോഴും കൊടുക്കല്? മകന് പറഞ്ഞു, ഞാൻ എപ്പോഴും ക്യാമലിൻ്റെ പാല് എൻ്റെ ഉപ്പാക്ക് കൊടുക്കല്. ഖലീഫ ഉമർ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഉപ്പ മകന് വന്നത് അറിയാതെ ഖലീഫ ഉമർ ഉപ്പക്ക് പാൽ കൊടുത്തു. ഉപ്പ ചോദിച്ചു, എൻ്റെ മകൻ ഇവിടെ ഉണ്ടോ? എല്ലാവരും അത്ഭുതപ്പെട്ടു. ഖലീഫ ഉമർ മകനെ വിളിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ടിട്ട് ഖലീഫ ഉമറും കരഞ്ഞു. അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? ഒരു ദിവസം ഉമ്മ തൻ്റെ മകനോട് കുടിക്കാനായി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും പാവം ഉമ്മ ഉറങ്ങിപ്പോയി. അപ്പോൾ ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികിൽ തന്നെ കാത്തു നിന്നു. നേരം വൈകിയതിന് ശേഷമാണ് ഉമ്മ ഉണർന്നത്. അപ്പോൾ ഉമ്മ തൻ്റെ മകനോട് ചോദിക്കുകയായിരുന്നു, മോനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു? അപ്പോൾ മകൻ പറയുകയാണ്, അതെ, ഉമ്മ ഉണർന്നതിന് ശേഷം വെള്ളം തരാമെന്ന് കരുതി നിന്നതായിരുന്നു. അപ്പോൾ തൻ്റെ ഉമ്മ മോന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, എൻ്റെ മകനെ നീ നന്നാക്കണമേ.